ഇന്ന് നമ്മൾ പറയുന്നത് ഒരു കഥയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഫാമിലികളുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത്. അപ്പോൾ നമ്മൾക്ക് എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അടുത്ത വീട്ടിലേക്ക് എത്തി നോക്കുന്നതും അവിടുത്തെ കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കുന്നതും അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് താല്പര്യമുള്ള ഭാര്യമാരുണ്ട്. അത്തരത്തിലുള്ളൊരു ഭാര്യയുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്ര മാത്രം മതി, വേറൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ വേറൊന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. വീഡിയോ ഒക്കെ ത്രൂ ഔട്ട് കാണുക, അപ്പോഴുള്ള കഥകൾ മനസ്സിലാവുക. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നമ്മുടെ ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിനെ കൃത്യമായിട്ട് അവരുടേതായുള്ള സമയങ്ങളിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അദ്ദേഹം ഒരു IT പ്രൊഫഷണലാണ്, അദ്ദേഹത്തിൻ്റെതായുള്ള ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ IT കമ്പനി നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റേതായുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഭാര്യയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കാറില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പരാതികൾ ഒരുപാട് ഭാര്യയ്ക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം കുടുംബത്തിന് വേണ്ടി 2 കുട്ടികൾക്കും വേണ്ടി അദ്ദേഹം രാപ്പകൽ അധ്വാനിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നും പരാതികൾ മാത്രമല്ല. വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്താലും പുറത്ത് ചെന്നാലും ഒക്കെ പരാതികൾ മാത്രമല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൊട്ട വീട്ടിൽ ഒരു ഫാമിലി വരുന്നത്. ആ ഫാമിലിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഭാര്യയും ഭർത്താവും മാത്രം. അപ്പോൾ അവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് അവരവിടെ പെരുമാറണൊക്കെ. ഇവിടുത്തെ ഭാര്യയ്ക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിച്ച് നോക്കും. നമ്മുടെ രാജസേൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്, അതല്ല കേട്ടത്, അയലത്തെ അദ്ദേഹം എന്ന് പറഞ്ഞിട്ട്, ആ പടത്തിലെ കഥയല്ലത്. അങ്ങനെ അങ്ങോട്ട് എത്തിച്ചു നോക്കുമ്പോൾ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലിക്കും പോകണില്ല, ഒന്നിനും പോകണില്ല. അദ്ദേഹത്തിന് എപ്പോഴും ഭാര്യ എന്ന് വിചാരിച്ചുള്ളതുള്ളൂ. അതുമല്ല, അവരെ ബെഡ്റൂമിലേക്ക് വരെ ബൈനോക്കുലർ വെച്ചിട്ട് ഇവിടുത്തെ ഭാര്യ നോക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ കെട്ടിപ്പിടിക്കുന്നതും മറയുന്നതും അവരവിടെ പരിപാടി ചെയ്യുന്നതും ഒക്കെ അവർ കാണാറുണ്ട്. ഒരു ദിവസം 2, 3, 4 പരിപാടിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അങ്ങോട്ട് ഇത് കണ്ടിട്ട് ഭയങ്കര ആഗ്രഹമായി. നമ്മുടെ ഭർത്താവ് ഒരെണ്ണം പോലും ചെയ്യണില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഭർത്താവ് വരുമ്പോൾ പറയും, നിങ്ങളെ അപ്പുറത്ത് ആ വീട്ടിലെ അവരൊന്ന് കണ്ടു നോക്ക്, അവർ ഒരു ദിവസം എത്ര പരിപാടി ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരെണ്ണം കൂടി ചെയ്യുന്നില്ല, നിങ്ങൾ വന്ന് കണ്ട് തിരിഞ്ഞു കിടക്കുക. ഇങ്ങനെയാണോ ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ട്. അപ്പോൾ നീ എന്തിട്ട് ഈ പറയണത്? അവർ കല്യാണം കഴിച്ച് കുറച്ച് നാളായിട്ടുണ്ടാവുള്ളൂ, നമുക്ക് 2 പിള്ളേരായി. നമ്മൾ 2 പിള്ളേരാകുമ്പോൾ നമ്മൾ അവരെ കാലത്ത് നമ്മളും ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഇപ്പോൾ നമുക്കതിൽ പറ്റണില്ല. പിന്നെ നീ ഇങ്ങനെ കിടന്നിട്ട് പരാതി മാത്രം പറയണ്ട. അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ തന്നെ ആ മൂഡ് തന്നെ അയാൾക്ക് പോയി. അയാൾ വേഗം അയാളുടെ വഴിക്ക്, അയാളുടെ ചിന്തയിലേക്കും അയാളുടെ സ്വപ്നത്തിലേക്കും മാറി കിടന്ന് ഉറങ്ങാറാണ് പതിവ്. പിറ്റേ ദിവസം ഇപ്പോൾ അവൾ വീണ്ടും നോക്കും. പിന്നെ ഒരു ദിവസം നോക്കി വേണ്ടി കണ്ടമാനം ആൾക്കാർ അവിടേക്ക് പാർട്ടിന് കുറേ ആൾക്കാർ അവരെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഗംഭീര പാർട്ടി കൊടുക്കണം. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവൾ അന്ന് വൈകുന്നേരം ഇതുപോലെ ഭർത്താവ് തിരിച്ചു, നിങ്ങൾ കണ്ട അവിടെ എത്ര ഒരു കാര്യമില്ലാണ്ട് കുറേ ആൾക്കാർ വന്ന് തിന്നലും കുടിക്കലും പാർട്ടിയൊക്കെ. നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ഒരു നമ്മുടെ വിവാഹ വാർഷികമോ അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേ നിങ്ങളോട് ആകർഷിച്ചിട്ട് ഒരാൾക്ക് വിളിച്ചിട്ട് നിങ്ങളൊരു ചായ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്നും സമയമില്ല, എനിക്കിതിനൊന്നും സമയമില്ല. ഞാൻ വലിയൊരു ഉത്തരവാദിത്വം എൻ്റെ തലയിലിരിക്കുന്നുണ്ട്. എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്ര ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നത്. അവർക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം പൂട്ടി പോകും. കോടികൾ വിലയുള്ള സ്ഥാപനം അത്. എത്ര ആൾക്കാരായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എനിക്കിവിടെ പാർട്ടി നടത്തിയ ആൾക്കാർക്ക് ചായ കൊടുക്കാനോ തീറ്റ കൊടുക്കാനോ എനിക്ക് സമയമില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. എനിക്ക് നിന്നോട് സ്നേഹം ഇല്ലാണ്ടല്ല, നിന്നോട് സ്നേഹമുണ്ട്, കുട്ടികളോട് സ്നേഹമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ സാധിക്കുന്നില്ല. നമ്മൾ ഒരു കാര്യത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി നമ്മുടേതായുള്ള രീതിയിൽ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് സാധിക്കാത്തതുകൊണ്ടാണെന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഭാര്യയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അപ്പുറത്തെ വീട്ടിൽ ഇവള് ബൈനോക്കുലറിൽ നോക്കിയപ്പോൾ എൻ്റെ അപ്പുറത്തെ ആളുണ്ട് തല മൊട്ട അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ഇയാൾ ഇന്ന് തല മൊട്ട അടിച്ചിരിക്കുന്നത് വിചാരിച്ചിട്ട് നന്നായി നോക്കി. അപ്പോൾ രാത്രി ആയപ്പോൾ ഇവിടുത്തെ ഭാര്യ വന്നിട്ട് ഞാൻ അവിടെ വീട്ടിൽ നോക്കിയപ്പോൾ അയാളുണ്ട് തല മൊട്ടടിച്ചു പോകണം. ഇന്ന് എന്താ അവിടെ പരിപാടിയും കാര്യങ്ങളും നടന്നില്ല, എന്തോ ഒരു വിഷമം പോലെ അയാൾക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നീ മുമ്പ് തന്നെ ഈ അയലോക്കത്തേക്ക് എത്തി നോക്കണ പരിപാടി നിർത്ത്. നീ ഒന്നുമില്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ വന്നിരുന്ന് ജോലി ചെയ്ത് നീ പകൽ ഇവിടെ വെറുതെ ഇരിക്കുന്ന കാരണം ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. താങ്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ നിനക്ക് ഈ ബൈനോക്കുലറും വെച്ചിട്ട് അവിടെ എന്താ നടക്കുന്നത് നോക്കണമെന്ന് നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് അത് ആദ്യം നിർത്ത് എന്ന് ഇയാൾ പറഞ്ഞു. ഇവള് നിർത്തില്ല. ഇവള് നേരം വെളുത്ത് കഴിഞ്ഞാൽ ബൈനോക്കുലറും വെച്ചിട്ട് അങ്ങോട്ട് നോക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസമുണ്ട് അവിടെ കുറേ ആൾക്കാർ
അതുപോലെ തന്നെ കുറേ ആൾക്കാർ വരുന്നത് കാണാൻ. അങ്ങനെ ഇവള് നോക്കി കഴിഞ്ഞപ്പോൾ ഇനി അവിടെ ഒരു മരണം സംഭവിച്ചിരിക്കുക. എന്താണ്? അവിടുത്തെ വീട്ടിലെ ആ മുട്ട അടിച്ച അയാളുടെ ആ പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചു. ഇത് കണ്ടോടുകൂടി ഇവൾക്ക് ആകെ സ്റ്റണ്ടായി. ഇവളാകെ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇന്നലെ വരെ ഇതുപോലെ കണ്ടുവരുന്നിരുന്ന വ്യക്തി ഇന്ന് നോക്കിയപ്പോൾ മരിച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പം തന്നെ ഇവൾ വേഗം നേരിട്ട് അവിടേക്ക് ഇവളുടെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ പറയാറില്ല അയാൾ മരിച്ചു, അവിടെ കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ട്, നമുക്കൊന്ന് പോയി കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്കിപ്പം മരിച്ച വീട്ടിലേക്ക് പോയി ആളെ കാണാൻ എനിക്ക് താല്പര്യമില്ല, ഞാനില്ല, എനിക്ക് ജോലിയുണ്ട്, എൻ്റെ മൈൻഡ് തന്നെ വേറെ ആയിട്ടിരിക്കുക, എൻ്റെ ജോലിയും എൻ്റെ ബിസിനസ്സായിട്ട് നടക്കുക. നമുക്ക് ഒരു പരിചയവും ഇല്ലാത്ത, നമ്മൾ ഇന്ന് വരെ പരിചയപ്പെടാത്ത നമ്മുടെ അയലത്ത് ഒരു താമസിക്കാൻ വന്നു, അവർ വാടകയ്ക്കാണോ അവർ വീട് സ്വന്തമാണോ ഒന്നും നമുക്കറിയില്ല, അവരൊരു പശ്ചാത്തലം നമുക്കറിയില്ല. അടുത്തുള്ള ഒരാൾ മരിച്ചെങ്കിൽ അതങ്ങോട്ട് മരിച്ചു പോകും. അയാളുടെ കാലം കഴിഞ്ഞ് അയാളുടെ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ വന്ന് കാണുന്നുണ്ടല്ലോ, അവർക്കൊരു സഹായം അവർക്ക് വേണ്ടി ചെയ്യാനും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോവാം. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ മഹാദുഷ്ടനാ, നിങ്ങൾക്ക് ഒരു മനുഷ്യത്വം ഇല്ലാത്ത ആളാണ്. ഇല്ല, എനിക്കില്ല, എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വേണ്ടി 10 രൂപ സമ്പാദിക്കുക, അത് ഈ സമയത്തേ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ആ സമയത്ത് ചിലപ്പോൾ ഞാനൊരു രോഗം വന്ന് മരിച്ചു പോയി നീ എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ ബാങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആസ്തികളുണ്ടെങ്കിൽ മാത്രമല്ല നിനക്ക് ഈ കുട്ടികളെ വളർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നിനക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നാളെ അവിടെ സംഭവിച്ചത് ഇവിടെ സംഭവിക്കും. അപ്പോൾ അത് നീ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കി മാത്രം ജീവിക്കുക. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബമാണ് വലുത്. അവരവിടുത്തെ കുടുംബം നമുക്ക് പകർത്താൻ നോക്കാൻ നിൽക്കുന്നത് നടക്കില്ല. അയാളവിടെ 5 പ്രാവശ്യം 6 പ്രാവശ്യം ഒരു ദിവസം പരിപാടി ചെയ്യുന്ന ആളാണ്. ഇപ്പോഴേ ആൾ മരിച്ചു എന്നാണ് നീ എന്നെ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണാൻ പോകാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാറെടുത്ത് അദ്ദേഹം ഓഫീസിലേക്ക് പോയി. ഇവൾക്കാന്ന് വെച്ചാൽ കുട്ടികൾ സ്കൂളിലും പോയി. ഇവൾക്കാന്ന് വെച്ചാൽ അയാളെ പോയി കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം കാണാനായിട്ട്. അങ്ങനെ ഇവൾ ആ വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലേക്ക് ചെന്നിട്ട് അയാളെ കണ്ടിട്ട് ഭയങ്കര സങ്കടമായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിഞ്ഞാന്ന് വരെ അവരെ പരിപാടിയും ഒക്കെ കണ്ട് ആസ്വദിച്ചിരുന്നാണ് ഇവള്. ആ ആളിപ്പതേ മരിച്ചു കിടക്കുക. അപ്പോൾ ഇവള് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവള് വെറുതെ പുറത്ത് വന്നു നിന്നു. ഇവൾക്ക് പോകാൻ തോന്നുന്നില്ലേ അവിടെ നിന്ന്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇയാളെ കൊണ്ടുപോകാനായിട്ട് വണ്ടി വന്നു, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ആ ശ്മശാനത്തിലേക്ക് വണ്ടിയിൽ ഇയാളെ കയറ്റി ആ വണ്ടി ഇങ്ങനെ അകന്നകന്ന് പോയി. അപ്പോൾ ഇവിടെ മൂകയായിട്ട് നിൽക്കുക. അപ്പം അയാളുടെ ഭാര്യ ഇവള് വന്നതും കണ്ടു, ഇവളവിടെ നിൽക്കുന്നതും കണ്ടു, ഒക്കെ കണ്ടിട്ട് ശവം കൊണ്ടുപോയി കഴിഞ്ഞ ശേഷം അയാളുടെ ഭാര്യ അടുത്ത് വന്നു. നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കാണാൻ വന്നു അല്ലേ? അപ്പോൾ പറഞ്ഞു, അതെ, എനിക്ക് സഹിക്കുന്നില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ ഭർത്താവ് എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ പറയാറുണ്ട്, നിങ്ങളുടെ മക്കളായിട്ടുള്ള വഴക്ക് കൂടുന്നതും മക്കൾ വരുന്നതും മക്കൾ കളിക്കുന്നതും ചിരിക്കുന്നതും അതുപോലെ നിങ്ങളുടെ പരാതികൾ നിങ്ങൾ ഭർത്താവിനോട് പറയേണ്ടതും ഭർത്താവിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കേൾക്കുന്നതും നിങ്ങളുടെ കുടുംബം പോലെ ഒരു കുടുംബം വേണമെന്ന് എൻ്റെ ഭർത്താവിന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല എന്നറിയാം, കുട്ടികളില്ല ഞങ്ങൾക്ക്, അതിൻ്റെ വിഷമമാണ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ പോലത്തെ ഒരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവ് കിടന്ന് കഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷെ എന്ത് ചെയ്യാം, ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നടത്തി, കുട്ടികളില്ല. അപ്പോൾ ആ കുട്ടികളില്ലാത്ത വിഷമം തീർക്കാനാണ് ഞങ്ങൾ ഓരോ പേരും പറഞ്ഞ്, ഇല്ലാത്ത ഓരോ പേരും പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഞങ്ങൾ ഇവിടെ വിളിച്ച് വരുത്തി ആ കുട്ടികളും കൊണ്ടുവരിക അവർ. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ആനന്ദമാണ്, സന്തോഷമാണ്. പിന്നെ ഞങ്ങൾക്ക് ആകെയുള്ളത് ഞങ്ങളൊരു എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബന്ധപ്പെടലാണ്. അത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ നിങ്ങളവിടെ നിന്ന് എന്നെ നോക്കുന്നതും ഞങ്ങളെ നോക്കുന്നതും കാണുന്നതും ഒക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഞങ്ങളത് കണ്ടോട്ടെ, ഞങ്ങൾക്കതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ജനലുകളൊക്കെ തുറന്നിടാറുണ്ട്, ഞങ്ങളിവിടെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായത്, നമ്മുടെ കുടുംബം കണ്ട് ആസ്വദിക്കുന്ന മറ്റൊരു ഫാമിലി, അവരെ പകർത്താൻ വേണ്ടിയിരിക്കുന്ന നമ്മൾ. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഇവിടെയല്ലേ ശരിക്കും കുടുംബം. ഈ 2 കുട്ടികളും ഭാര്യയും ഭർത്താവും അവരുടെ കുടുംബ പ്രശ്നങ്ങളും അവരുടേതായുള്ള ജോലികളും അവിടെയല്ലേ യഥാർത്ഥ ദൈവം ഇരിക്കുന്നത്, അപ്പുറത്തല്ലല്ലോ എന്ന് അവൾക്ക് അപ്പോഴാണ് ബോധ്യമായത്. അന്ന് മുതൽ അവൾ ഭർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങി, കുട്ടികളെ സ്നേഹിക്കാൻ തുടങ്ങി, അയലോകത്തേക്ക് എത്തിച്ച് നോക്കാണ്ടിരിക്കാൻ തുടങ്ങി. നമുക്ക് ഈ കഥ അവിടെ നിർത്തേണ്ടതുകൊണ്ട് നിങ്ങളൊന്ന് അടുത്ത കഥയായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.